കളിക്കാന്ന് ആരവേട്ടാ, വെറുതെ ഇരുന്നേ. എന്നെ കുളത്ത് തെളിട്ട് മൊത്തം നനയിപ്പിച്ചു. ഇനി ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറണ്ടേ എന്ന് പരിഭവത്തോടെ പറയുന്ന ജാൻവിയെ നോക്കി ഒരു കുസൃതി ചിരിച്ചിരിച്ചുകൊണ്ട് അവളുടെ നേരെ നടന്നു ആരവ്. ജാൻവിക്ക് ആരവിന്റെ തന്റെ നേർക്കുള്ള കുസൃതിയോടെ നോക്കിക്കൊണ്ടുള്ള നടത്തം കണ്ട് ജാൻവി ഒന്ന് പിടഞ്ഞുകൊണ്ട് പിറകോട്ട് നടന്നു. അവളോടൊപ്പം തന്നെ ആരവും അവളുടെ അടുക്കിലേക്ക് നടന്നെടുത്തു. അത് ജാൻവിയിൽ പരിഭ്രമമുണ്ടാക്കി. ഈ തണുത്ത വെള്ളത്തിൽ കുതിർന്നു നിന്നിട്ടും ഇട്ടിരിക്കുന്ന വസ്ത്രം മുഴുവൻ നനഞ്ഞൊട്ടിയിട്ടും അവളുടെ ചെന്നിയിൽ കൂടി ഒഴുകുന്ന വിയർപ്പ് കണങ്ങൾ അവന്റെ കണ്ണിൽ ഒരേ നിമിഷം അത്ഭുതവും അസൂയയും ഉളവാക്കി. ഈ തണും തുറഞ്ഞു നിൽക്കുമ്പോഴും തന്റെ സാമീപ്യം തന്റെ ജാൻവി പെണ്ണിലുണ്ടാക്കുന്ന മാറ്റം ആരവ് ഒപ്പിയെടുക്കുകയായിരുന്നു. തന്റെ കണ്ണുകളാൽ ആരവിന്റെ സാമീപ്യം തന്റെ തൊട്ടടുത്തെത്തിയതും ജാൻവി അവളുടെ ഇരു കണ്ണുകളും ഇറുക്ക പൂട്ടി. അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുവാൻ തുടങ്ങി. ആരവ് മെല്ലെ താഴ്ന്നു വന്ന് ജാൻവിയുടെ കണ്ണുകളിൽ മെല്ലെ ഊതി. ചുടുനിശ്വാസം മുഖത്തടിച്ചപ്പോൾ ജാൻവി ഒന്ന് പൊള്ളിപ്പിടിഞ്ഞുകൊണ്ട് തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. അവളുടെ കണ്ണുകൾ തന്റെ പ്രിയപ്പെട്ടവനുമായി കൊരുത്തു. ആ ഒരു നിമിഷം തന്നെ തന്റെ ഉള്ളിലെ മുഴുവൻ പ്രണയവും ആവഹിച്ചുകൊണ്ട് തന്റെ ജാൻവി പെണ്ണിന്റെ നെറ്റിയിൽ ആരവ് തന്റെ ചുണ്ടുകൾ പതിപ്പിച്ചു. ആ പ്രണയത്തിന്റെ ചൂടിൽ അവൾ തന്റെ കണ്ണുകൾ പൂട്ടി. അത് കണ്ട ഒരു കുസൃതി ചിരിയോടെ ആരവ് ജാൻവിയുടെ കണ്ണുകളുടെ മുകളിലും കവളിലും തന്റെ സ്നേഹ ചുംബനം നൽകി. അതിനുശേഷം കുറുമ്പോടെ ആരവ് ജാൻവിയുടെ മൂക്കിൻ തുമ്പിൽ പല്ലുകൾ അഴ്ത്തി. ആ സമയം ജാൻവി ഒന്ന് ഉയർന്നു പൊങ്ങി. അയ്യേ, അമ്മീനെ പപ്പ കച്ചേ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു കൂവുന്ന അപ്പൂസിന്റെ ശബ്ദം കേട്ട് ആരവും ജാൻവിയും ഒന്ന് ഞെട്ടി. എന്തു ചെയ്യണമെന്നറിയാതെയായിപ്പോയി രണ്ടുപേരും. ജാൻവി അപ്പോഴേ മാറാനുള്ള ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറി. ഓ, ഈ കുരിപ്പിന് നല്ല ടൈമിംഗ് ആണല്ലോ. അതെങ്ങനാ, എൻ്റെ പ്രോഡക്റ്റ് അല്ലേ, അപ്പം ഇങ്ങനെ വരൂ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ആരവ് ഓടി വന്ന് അപ്പൂസിനെ എടുത്തു. പപ്പ എന്തിനാ അമ്മീനെ കച്ചേ എന്ന് പറഞ്ഞ് അപ്പൂസ് ആരവിനെ കണ്ണുരുട്ടി കാണിച്ചു. അച്ചൂടാ, പപ്പ അമ്മേനെ കച്ചതല്ലടാ, ഞാനേ മോളുടെ അമ്മയുടെ കണ്ണിൽ പൊടി പോയപ്പോൾ അത് കളയാൻ വേണ്ടി കണ്ണിൽ ഊതിയതാട്ടോ, ആരവ് കുഞ്ഞിപ്പെണ്ണോട് പറഞ്ഞു. അല്ല കണ്ണപ്പൻ എന്തി, നിങ്ങൾ രണ്ടുപേരും കളിക്കുന്നത് കണ്ടിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്, ആരവ് കുഞ്ഞിപ്പെണ്ണിന്റെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അജോ, ഇത് കച്ചുവാ, ഞാൻ വന്നതേ അവച്ച് ആരും വന്നു, അച്ചുപെണ്ണിന്റെ മോല് വന്നേ എന്ന് അപ്പൂസ് ആളിലേക്ക് ചൂണ്ടിക്കാട്ടി പറഞ്ഞു. ആണോടാ വാച്ചി, എന്നാ വാ നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞ് ആരവ് കുഞ്ഞിനെയും കൊണ്ട് ഹാളിലേക്ക് നടന്നു. ഹാളിലേക്കെത്തിയ ആരവ് വെളിയിൽ നിൽക്കുന്ന ആളെ കണ്ട് തറഞ്ഞു നിന്നെങ്കിലും പിന്നീട് ആരവിന്റെ കണ്ണു ദേഷ്യം കൊണ്ട് ചുവന്നു. ആരവ് തന്റെ ദേഷ്യത്തിന്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ആരവേട്ടാ എന്നുള്ള തന്റെ ജാൻവി പെണ്ണിന്റെ വിളി. അത് കേട്ടപ്പോൾ ആരവ് ജാൻവിയെ തിരിഞ്ഞു നോക്കി. എന്നാൽ ആരവിന് അവളുടെ സാമീപ്യമാണ് പഴയ എല്ലാം നഷ്ടപ്പെട്ട ആരവിലേക്കുള്ള മാറ്റത്തിന് കടിഞ്ഞാണിട്ടത്. തന്റെ പ്രിയപ്പെട്ടവളിൽ താൻ അത്രത്തോളം അനിഞ്ഞു ചേർന്നു എന്നറിവ് ആരവിനെ പോലും അതിശയപ്പെടുത്തി. എന്നാൽ അതേസമയം ആരവ് എന്ന പേര് കേട്ട് വെളിയിൽ നിൽക്കുന്ന വ്യക്തി സാഗൂതം വീക്ഷിക്കുകയായിരുന്നു. അവനിലെ താൻ കാണാൻ നിൽക്കാതെ ഉപേക്ഷിച്ചു പോയ ആ പഴയ 5 വയസ്സുകാരന്റെ വളർച്ചയെ അവരിൽ ഒരേ സമയം വേദനയും കുറ്റബോധവും തോന്നി. നേരത്തെ തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിലും അത് താൻ കാരണം ഒരു മാതൃസ്നേഹവും പിതാവിനെയും നഷ്ടപ്പെട്ട് ഒരു അനാഥനെ പോലെ കഴിയേണ്ടി വന്ന താൻ ജന്മം കൊടുത്തവനല്ലായിരുന്നു. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ താൻ ചേർത്ത് നിർത്തി വളർത്തിയിട്ടും തന്നെ തള്ളിക്കളഞ്ഞ തന്റെ മകന്റെ ജീവൻ രക്ഷിച്ച താൻ തള്ളിക്കളഞ്ഞ മകനെ നന്ദിയോടെ എന്ന് നോക്കിയതിനു പകരം അന്ന് തന്നെ ക്ഷമ ചോദിച്ചേനെ. അങ്ങനെ ആരവിനെ നോക്കി ആ വൃദ്ധയും കുറ്റബോധത്താൽ കണ്ണു നിറച്ച് ചിന്തകളിൽ മുഴുകി. ഒരു നിമിഷം സ്വയം മറന്നു നിന്ന ആരവിനെ ജാൻവിയുടെ ചോദ്യമാണ് വീണ്ടും ആ ദൃശ്യത്തിലോട്ട് കൊണ്ടുവന്നത്. ഇതാരാരവേട്ട എന്ന് ഹാളിന്റെ തുറന്നു കിടക്കുന്ന വാതിലിന് വെളിയിൽ നിൽക്കുന്ന വൃദ്ധയെ നോക്കി ജാൻവി ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ട് ആ വൃദ്ധയെ നോക്കി പുച്ഛം കലർന്ന ചിരിയോടെ ആരവ് പറഞ്ഞു. ഇവരാണ് എൻ്റെ ജീവിതം തൊലച്ച് എല്ലാം ഇരുട്ടിലാക്കിയത്. എന്തിനേനെ പറയുന്നു, എൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെടാനും ഒരു തെറ്റ് ചെയ്യാനായിട്ടും നീ പോലും ഇത്രയും ഞാനാൽ അനുഭവിച്ചതിൽ കാരണം, ഇത്രയും അനുഭവിക്കാൻ കാരണം ഇവരുടെ പ്രവൃത്തിയാണെന്ന് 2 മക്കളെ ചിറകനടിൽ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കുന്ന ഒരു നല്ല അമ്മ എന്ന നിലയിൽ, അതുപോലെ തന്നെ തന്റെ പ്രിയപ്പെട്ടവൻ ഇവരെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട അന്ന് എല്ലാം തകർന്നവനെ പോലെ കരഞ്ഞുകൊണ്ട് മാതൃവാത്സല്യത്തിനായി കൊതിച്ചുകൊണ്ട് തന്റെ മാറിലേക്ക് മുഖം ചേർത്ത് കരഞ്ഞ ദൃശ്യവും ഓർമ്മ വന്നതോടെ അവളുടെ ദേഷ്യം ഇരട്ടിച്ചു. ഇന്നേ വരെ ആരവും ജാൻവിയുടെ ഇങ്ങനെയൊരു ഭാവം ആദ്യമായി കാണുകയായിരുന്നു. ജാൻവി ആരവിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് വെളിയിലേക്ക് നടന്നു. എന്തു വേണം എന്ന് ജാൻവിയുടെ ശബ്ദം കേട്ട് ആ വൃദ്ധ അവളെയും അവളുടെ കൂടെ നിൽക്കുന്ന ആരവിനെയും നോക്കി.
അത് ഞാൻ എൻ്റെ മോനെ അവർ പറഞ്ഞു മുഴുവിപ്പിക്കുന്നതിന് മുൻപ് ജാൻവിയുടെ ശബ്ദമുയർന്നു. എന്ത്, നിങ്ങളുടെ മോനോ? അങ്ങനെ നിങ്ങളുടെ മോനൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഇപ്പോൾ ഉള്ളത് ഞാനും എൻ്റെ ഭർത്താവും പിന്നെ ഞങ്ങളുടെ മക്കളുമാണ് എന്ന പരിഹാസം കലർന്ന സംസാരം അവരെ ചൊടിപ്പിച്ചു. എന്നാൽ ആ സമയം തൻ്റെ ജാൻവി പെണ്ണ് തന്നെ അനാഥനാക്കി പോയവരോട് താൻ സനാഥനാണെന്ന് അവർക്ക് പറഞ്ഞുകൊടുത്ത് അവന് ചേർത്ത് പിടിച്ച സന്തോഷത്തിലായിരുന്നു ആരവ്. ഞാൻ പ്രസവിച്ച എൻ്റെ മകനെ കാണാനും സംസാരിക്കാനും എനിക്ക് വേറെ ആരുടെ സമ്മതം വേണ്ട എന്ന് ദാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന ആ സ്ത്രീയെ കണ്ട് ആരവിന് വിറഞ്ഞു കയറി. അവൻ ദേഷ്യത്തോടെ അവരോട് ചോദിച്ചു, അധികം അവകാശവാദങ്ങളൊന്നും വേണ്ട. ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ പോലും കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇതൊന്നും കണ്ടില്ലല്ലോ. അന്ന് 5 വയസ്സുള്ള എന്നെ ഇട്ടിട്ട് എൻ്റെ അച്ഛനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട് നിങ്ങൾ മറ്റൊരുതിൻ്റെ ചൂട് തേടി പോയപ്പോൾ എന്നെ നോക്കി വളർത്തിയൊരു ഡോക്ടറാക്കിയത് എൻ്റെ അച്ഛമ്മയാണ്. നിങ്ങളെന്ന ഒരു വിഷസ്ത്രീയുടെ ചെയ്തികളിൽ മനം മടുത്ത് ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത ഈ പെണ്ണിനെ എന്തുമാത്രം വേദനിപ്പിച്ചെന്നറിയോ? എന്നിട്ട് എൻ്റെ 2 കുഞ്ഞുങ്ങളെ വാത്സല്യത്തോടെ പരിപാലിക്കുന്ന, എന്തിനേറെ പറയുന്നു, ഇത്രയും വിഷമിച്ചിട്ട് പോലും എന്നെ പ്രാണനെ പോലെ ചേർത്ത് പിടിക്കുന്ന നിങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കാതെ പോയ അമ്മയുടെ വാത്സല്യവും നൽകുന്ന ഇവളോട് എന്നെ പ്രസവിച്ച കണക്ക് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത് എന്ന് ജാൻവിയെ ചേർത്ത് പിടിച്ച് ആരവ് പറയുന്നത് കേട്ട് താൻ ചെയ്ത് തെറ്റോർത്ത് കുറ്റബോധം തോന്നി. അവർക്ക് ജാൻവി എന്ന പെണ്ണിനോടും ഭാര്യയോടും അമ്മയോടും ബഹുമാനം തോന്നി. താൻ എന്നവൾ ഒരു സ്ത്രീക്ക് അപമാനമാണെന്നും അവർ ഓർത്തു. അവരുടെ കണ്ണുകൾ താൻ ചെയ്ത പാപഭാരത്തിന്റെ ഓർമ്മയിൽ പെയ്തു തുടങ്ങി. അവർ ആരവിന് നേരെ കൈകൂപ്പി ഈ പാപിയോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവർ ആ പടിവാതിൽ കടന്ന് യാത്രയായി. എന്നാൽ അവിടെ നടന്ന കാഴ്ചകൾ കണ്ട് മോക്ഷപഥത്തിലേക്കുള്ള 2 ആത്മാക്കൾ സന്തോഷിച്ചു. ഒപ്പം തൻ്റെ സന്താനങ്ങളെ അവർ അനുഗ്രഹിച്ചു. അതിനുശേഷം ഉള്ള തറവാട്ടിലെ നല്ല ദിനങ്ങൾ ആഘോഷമാക്കി മാറ്റിയവർ തിരികെ തങ്ങളുടെ തിരക്കുകളിലേക്ക് തിരിച്ചു മടങ്ങി. അങ്ങനെ ഒരു ദിവസം, പൂസേ, നീ എന്തി കാണിക്കുന്നേ? നീ എന്തിനാ നിന്റെ അമ്മയെ കട്ടിൽ തള്ളിയിടുന്നേ? ആരവ് ഇത്തിരി ദേഷ്യത്തോടെ അപ്പോസിനോട് ചോദിച്ചു. ഹാളിൽ TV കണ്ടിരിക്കുകയായിരുന്നു അപ്പോസ്. എന്നാൽ മുറിയിലിരുന്ന് ഉണങ്ങിയ തുണി മടക്കുകയായിരുന്നു ജാൻവി. ഹോസ്പിറ്റലിലെ ഒരു കേസ് ഫയൽ നോക്കുകയായിരുന്നു ആരവ്. പെട്ടെന്നാണ് മുറിയിലോട്ട് അപ്പൂസ് ചാരിക്കിടന്ന കതകു തള്ളി തുറന്നതെന്ന്. കട്ടിലിൽ നിന്ന് ജാൻവിയെ കട്ടിലിൽ തള്ളിയിട്ടിട്ട് അവളുടെ മുകളിൽ കയറി കിടന്ന് കുഞ്ഞ് ജാൻവിയുടെ ടോപ്പ് പൊക്കി വയറിൽ തൊട്ട് ചോദിച്ചു, അമ്മേ, ഇത് വാവേണ്ടോ? അപ്പൂസിന്റെ ചോദ്യം കേട്ട് ആരവും ജാൻവിയും ഒരേ സമയം എന്താ അപ്പൂസ് ചോദിച്ചതെന്നുള്ള ചിന്തയിലായി. ഒട്ടൊരു നിമിഷത്തിന് ശേഷം ആരവ് അപ്പൂസിന്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു, അപ്പൂസ് ഇപ്പോ എന്താ ഇങ്ങനെ ചോദിച്ചേ? അപ്പോൾ അപ്പൂസ് പറഞ്ഞ മറുപടി കേട്ട് ജാൻവിയും ആരവും ഒരുപോലെ ചിരിച്ചു. അജേ, TV മോള് കണ്ടല്ലോ, ഒരു കൊച്ച് അവൻ്റെ അമ്മേൻ്റെ വിജ കുഞ്ഞാവ എന്തെന്ന് പറഞ്ഞേ. അപ്പോൾ എന്തേ അമ്മേൻ്റെയും വിജ കാണുമല്ലോ കുഞ്ഞാവ എന്ന് കണ്ണുവിടർത്തി പറയുന്ന അപ്പൂസിനെ നോക്കി അവൻ കുഞ്ഞിയെ എടുത്തു. കുറുമ്പി, നിന്റെ കൂടെ ഇരുന്നില്ലടി കണ്ണന് TV വേണ്ടത്. അവനില്ലാത്ത സംശയമാണല്ലോ നിനക്ക്. അത് പിന്നെ അജൊന്നും അറിയില്ല, അവൻ കുഞ്ഞല്ലേ എന്ന് വലിയ ആളുടെ കൂട്ട് പറയുന്ന അപ്പൂസിന്റെ മൂക്കിൽ പിടിച്ചു വലിച്ച് ആരും കളിയാക്കി പറഞ്ഞു. പിന്നെ വലിയൊരാള് വന്നേക്കുന്നു എന്ന് പറഞ്ഞ് മുറിക്ക് വെളിയിൽ ഇറങ്ങിപ്പോകാൻ പോയതും ആരവ് ഒന്നുകൂടി മുറിയിലേക്ക് കയറി വന്ന് നോക്കുമ്പോൾ എന്തോ ആലോചിച്ചുകൊണ്ട് ജാൻവി പൊക്കി വെച്ച ഡ്രസ്സ് പോലും നേരെയാക്കാതെ അവിടെ തന്നെ കിടക്കുകയാണ്. അവളുടെ കിടത്തം കണ്ട് കുസൃതിയോടെ ആരവ് ജാൻവിയുടെ അടുത്ത് കട്ടിലിരുന്ന് അവളുടെ ചെവിയിലായി നേർമയോടെ പറഞ്ഞു, അതേ ജാൻവി പെണ്ണെ, നീ ഇങ്ങനെ കിടന്നാ അപ്പൂസ് പറഞ്ഞുള്ളതേ ഇവിടെ ഒരു വാവൂടി വരും കേട്ടോ എന്ന് കുറുമ്പോടെ പറയുന്ന ആരവിന്റെ ഭാവം കണ്ട് ജാൻവിയുടെ കവിൾത്തടങ്ങൾ നാണത്താൽ ചുവന്നു. അവൾ ചാടി എഴുന്നേറ്റ് ഡ്രസ്സും നേരെയാക്കി മുറിയുടെ വെളിയിലേക്ക് ഇറങ്ങിയോടി. അവളുടെ ഓട്ടം കണ്ട് ചിരിയോടെ ആരവ് അപ്പൂസിനെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. മതി ചിനിഞ്ഞത്, ഇന്നിനി സ്കൂളിൽ പോയേ പറ്റൂ, വന്നേ രണ്ടും കൂടി. രാവിലെ തന്നെ സ്കൂളിൽ പോകാൻ അപ്പൂസിനെയും കണ്ണനെയും ഒരുക്കുന്ന പാടിലാണ് ജാൻവി. രണ്ടുപേരും എല്ലാ കാര്യത്തിലും 2 സ്വഭാവമാണെങ്കിലും സ്കൂളിൽ പോകുന്ന കാര്യത്തിൽ 2 ആൾക്കും ഒരേ സ്വഭാവമാണ്. 2നും സ്കൂളിൽ പോകാൻ മടിയാണ്. പിന്നെ അമ്മ അവരുടെ ടീച്ചർ ആയതുകൊണ്ട് തന്നെ അവരുടെ വേലത്തരമൊന്നും ജാൻവിയുടെ അടുക്കൽ നടക്കില്ല. വായോ, നമുക്ക് കുളിക്കണ്ടേ? വാ കണ്ണാ. അപ്പൂസേ വായോ, നിങ്ങളെ കുളിപ്പിച്ചിട്ട് വേണം എനിക്ക് റെഡിയാവാൻ. ജാൻവി 2 പേരെയും മാറി മാറി വിളിച്ചു മടുത്തു. ഒരുവിധം 2 പേരെയും എടുത്തുകൊണ്ട് ജാൻവി ബാത്റൂമിലേക്ക് നടന്നു. കണ്ണ അടങ്ങിയിരിക്കെ, ഇല്ലെങ്കിലും കണ്ണന് വെള്ളം കണ്ടാലേ ഇങ്ങനെ, കടലാണെങ്കിൽ പോലും അടങ്ങി നിൽക്കില്ല എന്നും പറഞ്ഞ് ജാൻവി ബക്കറ്റിലെ വെള്ളത്തിൽ കൈയിട്ടടിച്ച് കളിക്കുന്ന കണ്ണനെ സോപ്പ് തേപ്പിക്കുകയാണ്. ആഹാ, നീ ഇവിടെ ഒളിച്ചിരിക്കാടി കുഞ്ഞ് എന്ന് പറഞ്ഞ് ജാൻവി സോപ്പ് തേക്കുന്നത് ഇഷ്ടമല്ലാതെ ഒളിച്ചു നിൽക്കുന്ന അപ്പൂസിനെ കതകിന്റെ സൈഡിൽ നിന്നും പിടിച്ച്
എടുത്തുകൊണ്ട് വന്നു. വേണ്ട മോക്ക് ഇഷ്ടല്ല, ഈ ചെഞ്ചു വേണ്ട. സോപ്പെടുത്ത് അപ്പൂസിന്റെ മുഖം കഴുകാൻ തുടങ്ങിയപ്പോഴേ കുഞ്ഞിപ്പെണ്ണ് കരച്ചിൽ തുടങ്ങി. മോനെ അടങ്ങി നിൽക്ക് കണ്ണാ, വെള്ളം തേർപ്പിക്കാതെ. കുളിയൊക്കെ കഴിഞ്ഞെങ്കിലും കണ്ണൻ ഇപ്പോഴും ബക്കറ്റിലുള്ള വെള്ളം തട്ടിക്കളിപ്പിക്കുകയാണ്. കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഒരുവിധം രണ്ടിനെയും കൊണ്ട് ജാൻവി ബാത്റൂമിൽ നിന്ന് മുറിക്കകത്തേക്ക് കയറി. ആഹാ, അമ്മയുടെ മക്കളുടെ യുദ്ധമൊക്കെ കഴിഞ്ഞോ? ഒരുവിധം എന്റെ അരവേട്ട, രണ്ടും കൂടി എന്നെ ഒരു വിധമാക്കി. കണ്ണനാണ് വെള്ളം കണ്ട അതി കളിയോട് കളി. അപ്പൂസോ സോപ്പ് കാണുമ്പോഴേ ഓടും. രണ്ടുപേരെയും കുളിപ്പിച്ചു കഴിഞ്ഞ മൊത്തത്തിൽ നനഞ്ഞു. ജാൻവി ദയനീയമായി പറഞ്ഞു. അച്ചോടാ, എന്റെ ജാൻവി പെണ്ണ് വിഷമിക്കണ്ട കേട്ടോ, നമുക്കിവരെ രണ്ടെണ്ണത്തിനും ശരിയാക്കാം എന്ന് പറഞ്ഞ് ആരവ് ജാൻവിയുടെ കവിളിൽ പിടിച്ച് കളിയാലെ കൊഞ്ചി പറഞ്ഞു. അത് കേട്ട് ജാൻവി ചിരിച്ചു. അളിയോ? അജീഷ് വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ട് എന്താ സംഭവം എന്നറിയാതെ ഹാളിലിരുന്ന ആരവും സിദ്ധുവും അപ്പോഴേ സിറ്റ് ഔട്ടിലേക്ക് വേഗം ചെന്നു. എന്റെ അജീഷെ, നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. രാവിലെ അതും വീട്ടിൽ കയറുന്ന മുമ്പ് അളിയോ എന്ന് കാറിക്കൂവി വിളിച്ചപ്പോൾ ഞാൻ കരുതി നിന്നെ ആരെങ്കിലും എടുത്തിട്ട് പൂശിയിട്ട് രക്ഷിക്കാൻ വിളിക്കുവാണെന്ന് സിദ്ധു ചിരിച്ചോണ്ട് പറഞ്ഞു. സിദ്ധുവേ, കൂടുതലാക്കല്ലേ. എന്റെ പെങ്ങളെ മറ്റൊരു സഹോദരനാണെന്ന് ഞാൻ നോക്കത്തില്ല, നിന്നെ ഞാൻ ശരിയാക്കും. അജീഷ് ഭീഷണി പോലെ പറഞ്ഞു. പോടെ, പിന്നെ നീ എന്നെ സ്ഫുടം ചെയ്യും, ഒന്ന് പോവണ്ട. സിദ്ധു പുജിച്ചു. മതി, രണ്ടളിയന്മാരും കൂടി തമ്മി തല്ലിയത്. വന്നതുപോലെ വാതിക്ക് നിൽക്കാതെ എന്റെ അജികളിയോ, നീ ഞകത്ത് കയറി വാ എന്ന് പറഞ്ഞ് ആരവ് അവനെയും വിളിച്ച് അകത്തോട്ട് കയറി. കൊള്ളാടാ, ഇപ്പൊ ഈ അളിയനെ നിനക്ക് വേണ്ടല്ലേ ആരവൂട്ട എന്ന് പറയുന്ന സിദ്ധുവിനെ നോക്കി ആരവ് പല്ല് കഴിച്ചു. എടാ സിദ്ധു അളിയോ, നീ ഇവിടെ തന്നെയല്ലേ ഉള്ളത്? ഇനി ഞാൻ പ്രത്യേകിച്ച് അകത്തോട്ട് ക്ഷണിക്കണം. കെട്ടുകഴിഞ്ഞ് 5-6 മാസമായി, എന്നിട്ട് നിനക്കൊരു മാറ്റവും ഇല്ലാതെ ആ പൊട്ട സിദ്ധു തന്നെയാണല്ലേ? ആരവ് സിദ്ധുവിനെ കളിയാക്കി. നീ പോടാ ആരവേ, നീ പറയുന്ന കേട്ടതൊന്നും കെട്ട് 2 കൊച്ചുങ്ങളുണ്ടിട്ട് നിനക്ക് നല്ല മാറ്റം ഉണ്ടെന്ന്. പിന്നെ എനിക്ക് പോടായിരുന്നു. സിദ്ധുവും വിട്ടുകൊടുത്തില്ല. 3ന്റെയും കൂടി അലപ്പ് കേട്ട് വിജിയും ജാൻവിയും വാതിക്കലെത്തി. കൂടെ കുട്ടീസും 3 തമ്മിൽ തല്ലുന്നത് കണ്ട് ആകെ ഒന്നും മനസ്സിലാകാതെ നിൽക്കുവാണ് അപ്പൂസും കണ്ണനും. ഞാൻ കൂടി പോത്ത് പോലെ വളർന്ന് എന്റെ കെട്ടിയോനും 2 ആങ്ങളമാരും, എന്നിട്ടെന്തേ പിള്ളേരെ പോലെ വഴക്കിടുന്നു. എന്റെ കുഞ്ഞു പിള്ളേർ പോലും ഇങ്ങനെ ഇല്ലല്ലോ, ജാൻവി ശാസനയോടെ പറഞ്ഞു. ടീച്ചറമ്മയൊക്കെ അവിടെ കേട്ടോടി ജാൻവി പെണ്ണേ, ഇവിടെ നീ എന്റെ ജാൻവി പെണ്ണും ഇവന്മാർക്ക് അവരുടെ പെങ്ങളൂട്ടിയോ, അതായത് പീക്കിരി പിള്ളേരെ അടക്കിയിരുന്ന് അടവെടുത്തോണ്ട് വന്നാ നിന്റെ ആരവേടനെ എന്റെ മോക്ക് വേണ്ടി മാത്രമുള്ള നമ്പർ പുറത്തെടുക്കും, കാണണോ എന്ന് കുറുമ്പോടെ ജാൻവിയുടെ ചെവിയിൽ പറഞ്ഞത് ജാൻവി ആകെ കിളി പോയതുപോലെയായിപ്പോയി. അത് കണ്ടപ്പോഴേ ബാക്കിയുള്ളവർക്ക് കത്തി. ആരവെന്താവും പറഞ്ഞെന്ന്. എടാ മതിയടാ അളിയ, ഞങ്ങളുടെ പെങ്ങളോട് ഇത്ര സംസാരിച്ചാൽ നിനക്ക് തീയത്തില്ലല്ലോ, ബാക്കി പിന്നെ പറയാം. ഇപ്പൊ ഞാൻ വന്ന കാര്യം പറയട്ടെ. ശരിയാണല്ലോ, എന്താടാ അളിയ ഇത്ര വലിയ കാര്യം? നിനക്ക് നല്ല സന്തോഷമുണ്ടല്ലോ, ചൂടോടെ കാര്യം പറ. അതോ, എന്റെ കല്യാണവും തീരുമാനിച്ചു. അജീഷ് എന്തോ മഹാത്ഭുതം നടന്നതുപോലെ പറഞ്ഞു.